രചന സിദ്ര. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. സ്പെഷ്യൽ താങ്ക്സ് വസീം അക്രം. നിന്റെ ശവകുടീരം ഞാൻ ചെമ്പകപ്പൂക്കൾ കൊണ്ട് അലങ്കരിക്കും. പല നിറത്തിലുള്ള ചെമ്പകപ്പൂക്കൾ. 4 വശങ്ങളിലായി കാട്ടുചെമ്പകപ്പൂക്കൾ കൊണ്ടൊരു വേലി ഞാൻ തീർക്കും. അതിനരികിലായി പനിനീർ ചെമ്പകപ്പൂക്കളുടെ ഒരു നിരയും. അതിന് കവചമായി പിന്നെയും കാട്ടുചെമ്പകപ്പൂക്കൾ അണിനിരത്തും ഞാൻ. അതിനൊത്ത മധ്യത്തിലായി ഞാനൊരു പൂച്ചെണ്ട് വയ്ക്കും. അതിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചുവന്ന ചെമ്പകപ്പൂക്കൾ നിറയ്ക്കും. നിനക്കും അവയെ ഇഷ്ടമല്ലേ? ഒരിക്കലൊരു പനിനീർ ചെമ്പകപ്പൂക്കളുടെ സുഗന്ധം എൻ്റെ ആത്മാവിൽ ആഴ്ന്നിറങ്ങി. അതിലും ഹൃദ്യമായ സുഗന്ധത്താൽ നിന്റെ ആത്മാവിൽ സംഗീതമായി മാറും. ആ നിമിഷം നീ എൻ്റെ ആത്മാവുമായി ഒന്നു ചേർന്നുള്ള അടുത്ത യാത്ര ആരംഭിക്കണം. എങ്ങോട്ട്? സംശയത്തോടെ അവൻ അവളെ നോക്കി. നീയില്ലാത്തത്രയും കാലം ഈ ഭൂമിയിൽ ഒരു കൂരയ്ക്ക് കീഴിൽ കാത്തിരിക്കുന്നത് നിന്നോടൊപ്പമുള്ള വിലക്കുകളില്ലാത്ത ആ മനോഹരമായ ജീവിതത്തിനു വേണ്ടിയാണ്. നമ്മുടെ ആത്മാവുകളെ തമ്മിൽ പിരിയിക്കാൻ മറ്റൊന്നിനും സാധ്യമാവില്ലെന്ന വിശ്വാസത്തോടെയാണ്. ഓർമ്മകളിൽ നിന്ന് പുറത്തു വന്നപ്പോഴേക്കും അവളുടെ ഇമകൾ നീർക്കണങ്ങളാൽ മൂടപ്പെട്ടിരുന്നു. ഇന്ന് അവൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ വർക്കറാണ്. പണ്ടേ വായനയോട് വല്ലാത്ത പ്രിയമായിരുന്ന അവൾക്ക് 12ാം ക്ലാസ്സിലെ ലൈബ്രറിയിലെ കഥകളും കവിതകളും നോവലും അവളുടെ വീട്ടിലെ ഷെൽഫിൽ ഇടം പിടിച്ചപ്പോൾ വരും ദിവസങ്ങൾ അവയൊക്കെയും തിരികെ ലൈബ്രറിയിൽ എത്തിപ്പെടുമെന്ന് അറിഞ്ഞിരുന്നില്ല. എൻട്രൻസ് എഴുതി മെഡിസിന് സീറ്റ് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നുവെങ്കിൽ ആ പുസ്തകങ്ങളെ തിരികെ പറഞ്ഞുവിടുന്നതിൽ വല്ലാത്ത വേദനയുണ്ടായിരുന്നു. പിന്നീട് അവളുടെ വായനാ സമയങ്ങളുടെ പരിമിതികൾ മൂലം ഇൻസ്റ്റഗ്രാമിലെ ചെറിയ ചെറിയ എഴുത്തുകളിൽ ഒതുങ്ങി. ഒരിക്കൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്കൊരു സജഷൻ വന്നത്. നോവലുകൾ വായിക്കാനായിട്ടൊരു ആപ്പ്. അങ്ങനെ അവൾ ആ കഥകളുടെ ലോകത്തേക്ക് കടന്നു ചെന്നു. പഠിക്കാൻ ഒത്തിരി സമയം കൊടുക്കേണ്ടതുകൊണ്ട് ഒരു റിലാക്സിന് വേണ്ടി ഇടയ്ക്കിടെ അവിടെ നോവലുകൾ വായിക്കാൻ തുടങ്ങി. വായിക്കുന്നതിനെല്ലാം റിവ്യൂ നൽകി എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാനും അവൾ മറന്നിരുന്നില്ല. അങ്ങനെ അവൾ ഒരിക്കൽ വായിക്കാനായി ഒരു നോവലെടുത്തു. ചെമ്പകവേണി. ആ പേര് അവളെ വല്ലാതെ ആകർഷിച്ചു. ചെമ്പകപ്പൂക്കളോട് അവൾക്ക് എന്നും പ്രിയമായിരുന്നു. ഓരോ വരിയും വായിക്കും തോറും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ വികാരങ്ങൾ ഉള്ളിൽ ഉടലെടുക്കുന്നത് അവൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. രാത്രി വൈകിയാണ് അവളത് വായിക്കാൻ തുടങ്ങിയത്. വെളുപ്പായിട്ടും അവൾക്ക് തീർക്കാൻ കഴിഞ്ഞില്ല. കോളേജിൽ പോവേണ്ടതുകൊണ്ട് വല്ലാത്തൊരു നിരാശയോടെയാണ് ക്ലാസ്സിലേക്ക് പോയത്. രാവിലെ ചെയ്യാനായിരുന്ന വർക്കൊന്നും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായി അവൾ ഡോക്ടർമാരുടെ വഴക്ക് കേട്ടു. വൈകുന്നേരം വന്ന ഉടനെ തന്നെ അവൾ വായിക്കാൻ തുടങ്ങി. ഏകദേശം വെളുപ്പിന് 2 മണിയോടെയാണ് അത് തീർന്നത്. വല്ലാത്തൊരു സന്തോഷം മനസ്സിൽ നുരഞ്ഞു പൊന്തുന്നത് അവൾ അറിഞ്ഞു. എത്ര ശ്രമിച്ചിട്ടും ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പതിയെ റൂമിൽ നിന്ന് ജനൽ വഴി പുറത്തേക്ക് നോക്കി നിന്നു. ഒരു തണുത്ത കാറ്റ് അവളെ തഴുകിപ്പോയി. വല്ലാത്തൊരവസ്ഥ. അവൾ ഫോണെടുത്ത് ആ സ്റ്റോറിയുടെ അവസാനമിട്ട റിവ്യൂ. അതിനെന്തോ ഒരു സംതൃപ്തി ഇല്ലായ്മ പോലെ. അവൾ ആ എഴുത്തുകാരൻ്റെ അക്കൗണ്ടിൽ കയറി അയാളെ ഫോളോ ചെയ്തു. ഈ രാത്രിയിൽ മെസ്സേജ് അയക്കുന്നത് ശരിയാണോ എന്ന ചിന്ത അവളിലേക്ക് കടന്നു വന്നു. നോവലിനെ കുറിച്ചല്ലേ എന്നോർത്ത് അവൾ മെസ്സേജ് ചെയ്തു. പ്രിയപ്പെട്ട എഴുത്തുകാരാ, നിന്റെ വരികളിൽ എന്തോ മായാജാലമാണ് നീ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഓരോ വരിയും എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു. അളവില്ലാത്ത സന്തോഷം എൻ്റെ ഉള്ളിൽ അലയടിക്കുന്നു. എന്നാൽ വല്ലാത്തൊരു നൊമ്പരവും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വരികളാണ് അതിന് കാരണക്കാരൻ. അത്രമാത്രം ഹൃദ്യസ്ഥമാണ് എൻ്റെ ഓരോ വരികളും. അറിയില്ല, എനിക്ക് ചെമ്പകപ്പൂക്കളോടുള്ള പ്രണയമാണോ ചെമ്പകവേണി വായിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതെന്ന്. വായിച്ചു തുടങ്ങിയിട്ട് ഇടയ്ക്ക് നിർത്തേണ്ടി വന്ന സാഹചര്യം, ആ നിമിഷങ്ങളിൽ ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം, അതെങ്ങനെ വിശദീകരിച്ച് തരുമെന്ന് എനിക്കറിയില്ല. സ്റ്റോറിക്കിട്ട റിവ്യൂ, അതിലെന്തൊക്കെയോ അസംതൃപ്തി ഫീൽ ചെയ്ത് കിടന്നു. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഉള്ളിൽ കുമിഞ്ഞു കൂടുന്ന സന്തോഷം കൊണ്ടാണോ അറിയില്ല, അത്രമേൽ ആ നോവലിനിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു. വളരെ ആഴത്തിൽ അതെൻ്റെ ഹൃദയത്തിൽ വേരൂന്നാൻ അതിന് സാധിച്ചിരിക്കുന്നു. എൻ്റെ ഉറക്കത്തെ അത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടത്. ഈ നിശയിൽ നിങ്ങൾക്കൊരു ശല്യമായെങ്കിൽ ക്ഷമിക്കുക, ഒരു വായനക്കാരി. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റതും കണ്ട നോട്ടിഫിക്കേഷൻ അവളിൽ പേരറിയാത്ത എന്തോ വികാരം നിറച്ചിരുന്നു. ലക്ഷക്കണക്കിന് റീഡേഴ്സ് ഫോളോവറായിട്ടുള്ള എഴുത്തുകാരൻ ആദിത് കൃഷ്ണൻ തന്നെ ഫോളോ ചെയ്തിരിക്കുന്നു. IBയിൽ ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ. ഇത്രയും നാൾ എനിക്ക് കിട്ടിയ പ്രോത്സാഹനങ്ങളെക്കാൾ ഈ വാക്കുകൾ എന്നെ ഏറെ സന്തോഷഭരിതനാക്കുന്നു.
അന്ന് അവിടെ പുതിയൊരു ബന്ധം തുടങ്ങിയാണെന്ന് അവനോ അവളോ അറിഞ്ഞിരുന്നില്ല. പല രാത്രികളിലും ഏറെ വൈകിയും അവളുടെ വാക്കുകൾക്കായി കാതോർത്ത് അവനുണ്ടായിരുന്നു. തനിക്കൊരു എഴുത്തുകാരനോട് തോന്നുന്ന ആരാധന മാത്രമാണെന്ന ചിന്ത അവളിൽ നിന്ന് അകലാൻ തുടങ്ങി. അവർ തമ്മിൽ കൂടുതൽ അടുത്തെങ്കിലും ഒരിക്കൽ പോലും അതിരുവിട്ട രീതിയിൽ ഒരു വാക്ക് പോലും അവരുടെ ഇടയിലേക്ക് കടന്നു വന്നില്ല. ഗുണങ്ങളെയും അവരിലെ കുറവുകളെയും പരസ്പരം മനസ്സിലാക്കിയായിരുന്നു അവരുടെ സൗഹൃദം. ആ സൗഹൃദം പതിയെ പ്രണയത്തിലേക്ക് വഴിമാറിയിരുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ അവർക്കും അതിന് ഉത്തരവുണ്ടായിരുന്നില്ല. പക്ഷേ അത് പ്രണയമായിരുന്നു, ആത്മാവിൽ തൊട്ടറിഞ്ഞ പ്രണയം. ഒരു പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നവൻ. അതിലുപരി ഒട്ടനവധി കാര്യങ്ങൾ ജനങ്ങൾക്കായി ചെയ്യാൻ ആഗ്രഹിച്ച സാമൂഹിക പ്രവർത്തകനായ എഴുത്തുകാരൻ. അവരുടെ സംസാരങ്ങളിൽ പലപ്പോഴും കടന്നു വന്നതും അവൻ്റെ സ്വപ്നങ്ങളായിരുന്നു. എന്തൊക്കെ ചെയ്യണമെന്ന അവൻ്റെ ആഗ്രഹങ്ങളായിരുന്നു. വീട്ടുകാർ അന്വേഷിച്ച് വിവാഹത്തിന് സമ്മതമറിയിച്ചതും അവരുടെ പ്രവർത്തനങ്ങൾ ഒരുമിച്ചായി. പിന്നെയും വർഷങ്ങൾ കടന്നുപോയി. അവരുടെ വിവാഹം കഴിഞ്ഞു. അവർക്കൊരു കുഞ്ഞും പിറന്നു. നിർവേദയൊക്കെ. സന്തോഷം കളിയാടിയ വീട് പെട്ടെന്ന് നിശബ്ദമായി. വിധി രാഷ്ട്രീയക്കാരനായ ശത്രുവിൻ്റെ രൂപത്തിൽ വില്ലനായെത്തി അവനെ കൊണ്ടുപോയി. നീ വിഷമിക്കരുത്, ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട്. ഞാൻ കാത്തിരിക്കും, നീ എനിക്കായി കരുതിയ ആ ചെമ്പകപ്പൂക്കളോടൊപ്പം. ഭൂമിയിൽ അവസാന സമയത്ത് അവൻ പറഞ്ഞ വാക്കുകൾക്ക് വേണ്ടി തളരാതെ അവൾ പിടിച്ചു നിന്നു. കാലങ്ങൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നു. അവൻ ബാക്കിയാക്കിയ സ്വപ്നങ്ങൾക്ക് അവൾ ചിറക് നൽകി. എല്ലാ കടമയും തീർത്തവൾ കാത്തിരിക്കുകയാണ് ആ ദിനത്തിനായി. എന്താണ് ഡോക്ടർ തീർത്ഥവേണി വാസുദേവനൊരു ആലോചന? നിവി രാവിലെ തന്നെ ഓരോ കളിയാക്കൽ കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ? അല്ലാലോ, എൻ്റെ അമ്മക്കുട്ടി ഓരോന്ന് ആലോചിച്ചിരിക്കുന്നുണ്ട്. അറിയാതെ ചോദിച്ചു പോയതാണേ. ആണോ? എങ്ങനെ മോനെ അധികം ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട കേട്ടോ. അമ്മ ഓരോന്ന് ആലോചിച്ചിരുന്നു പോയതാ. മിസ്റ്റർ ആദിത്യകൃഷ്ണനെ കുറിച്ചാവും അല്ലേ? അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അത് ആദിയുടെയും വേണിയുടെയും മകൻ നിർവേദയ്ക്ക് IAS. ഭാര്യയും മകളും അമ്മയും അടങ്ങുന്ന സന്തുഷ്ട കുടുംബം. അപ്പോഴാണ് ഒരു വിളി അവരെ തേടിയെത്തിയത്. ആഹാ, സ്കൂളിൽ പോവാണോ തീത്തുമാന്റെ കുട്ടി? ആ, ഞാൻ കൂലിന് പോവാ. ഞാൻ പോയിട്ട് വേഗം വരാട്ടോ, എന്നിട്ട് നമുക്ക് കളിച്ച. അവളുടെ മടിയിലിരുന്ന് വർത്തമാനം പറയുന്ന കുറുമ്പിയാണ് നിവിയുടെ മകൾ അദ്വിക നിർവേദ്. കഥകി ചാരിയിളം പുഞ്ചിരിയോടെ നോക്കിക്കാണുകയാണ് അവളുടെ അമ്മ മേയ എന്ന ആമി. നിവിയുടെ ഭാര്യ എന്നതിലുപരി അവൾ തീർത്ഥയുടെ മകളാണ്. ആരുമില്ലാത്തവൾക്ക് അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം ഒരുമിച്ച് നൽകിയ തീർത്ഥയോട് തന്നെയാണ് അവൾക്ക് നിവിയേക്കാളും ആദൂട്ടിയേക്കാളും പ്രിയവും. അവളൊരു നഴ്സാണ്. നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഇന്ന് അവൾക്ക് ലീവാണ്. ആദുവിനെ കൊണ്ടുവിട്ടിട്ട് അവൾ തീർത്ഥയുടെ റൂമിലേക്ക് വന്നു. അവരെ അവിടെ കാണാതെ വന്നപ്പോൾ അവൾ പതിയെ തൊടിയിലേക്ക് ഇറങ്ങി. അതിലെ നടന്നു ചെല്ലുമ്പോൾ കുറേ മരങ്ങൾ ചുറ്റപ്പെട്ട കുഞ്ഞു കാവ് പോലൊരു സ്ഥലമുണ്ട്. മരങ്ങളാൽ ചുറ്റപ്പെട്ട അവിടേക്ക് കടന്നു ചെല്ലാൻ വൃക്ഷങ്ങൾ തന്നെ ഒരു കവാടം തീർത്തിട്ടുണ്ട്. അതിന് നടുവിലായിട്ട് ഒരു അസ്ഥിത്തറയുണ്ട്. എന്നും അവിടെ ചെമ്പകപ്പൂക്കളാൽ നിറയ്ക്കുന്നത് വേണിയുടെ പതിവാണ്. അവൾ അവിടെ ഉണ്ടാവുമെന്ന് ആമിക്ക് ഉറപ്പായിരുന്നു. വേണി അവിടെ കണ്ടതും ആമി തിരികെ വീട്ടിലേക്ക് നടന്നു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞുകൊണ്ട് വേണി വന്നതും അവൾ റെഡിയായി വീട്ടിൽ നിന്നിറങ്ങി. ഇന്ന് ആദിയുടെ സ്വപ്നം നിറവേറുന്ന ദിവസമാണ്. സമൂഹത്തിൽ ഒരു തൊഴിലില്ലാതെ സെക്സ് വർക്കിന് പോവേണ്ടി വരുന്ന നിസ്സഹായരായ ട്രാൻസ്ജെൻഡേഴ്സിന് ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു സ്വയം തൊഴിൽ യൂണിറ്റിന്റെ ഉദ്ഘാടനം. നിവിക്കും ആമിക്കുമാണ് അതിന്റെ ചുമതലകൾ. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് അവരോടൊപ്പം ഊണ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ സമയം 4 മണി കഴിഞ്ഞിരുന്നു. വീട്ടിൽ വന്ന് ഫ്രഷായി വേണി നേരെ പോയത് ആദിയുടെ അരികിലേക്കാണ്. ആമിയും നിവിയും വല്ലാത്തൊരു ആത്മസംതൃപ്തിയോടെയാണ് അത് നോക്കി നിന്നത്. അവൾ ആ അസ്ഥിത്തറയിലേക്കുള്ള കവാടം കടന്നതും ഒരിളം കാറ്റ് അവിടമാകെ തഴുകി കടന്നുപോയി. ചെമ്പകപ്പൂക്കളുടെ ഗന്ധം ആ കാറ്റിൽ നിറഞ്ഞു നിന്നു. ഓരോ കാലടി വയ്ക്കുമ്പോഴും വൃക്ഷങ്ങളൊക്കെയും പുഷ്പവൃഷ്ടി നടത്തി അവൾ വരവേറ്റു. അവൾ ആ അസ്ഥിത്തറയിൽ തലചേർത്ത് വെച്ച് കിടക്കും പോലെ അവിടെ ഇരുന്നു നിറഞ്ഞ സംതൃപ്തിയോടെ. ആദി, നിന്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ ഇന്ന് നിറവേറിയത്? ഒത്തിരി സന്തോഷം തോന്നുക. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നതിന് വേണ്ടിയാ. നിന്നെ ഇനി അധികം കാത്തിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എഴുത്തുകാരാ. നിന്റെ കാത്തിരിപ്പ് തീരാറായി എന്നൊരു തോന്നൽ. മനസ്സിൽ വല്ലാത്തൊരു സംതൃപ്തി തോന്നുന്നു. സന്തോഷം എന്നെ പൊതിയും പോലെ. അവൾ അവനോട് പതിയെ മന്ത്രിച്ചുകൊണ്ട് ഇരുമിഴികളും അടച്ചുള്ളിലേക്ക് ആ ചെമ്പക സുഗന്ധത്തെ ആവാഹിച്ചെടുത്തു. ആ ചെമ്പകപ്പൂക്കളുടെ സുഗന്ധം അവളുടെ ആത്മാവിനെ കാഴ്ന്നിറങ്ങി. അതിലും ഹൃദ്യമായ സുഗന്ധമായി അവൻ്റെ ആത്മാവിൻ സംഗീതമായി മാറി. ആ കാവിനുള്ളിലെ ഓരോ അണുവിലും നിറയാൻ തുടങ്ങി. പതിയെ ആ ആത്മാവുകൾ
ഒന്നു ചേർന്നു അടുത്ത യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരുന്നു.